അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 30-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഭൂത്വേന്ദ്രസ്യാനുജകാമം ദേവകാര്യപ്രസാധക ജമദഗ്നിസുതസ്ത്വം വേ വിഷ്ണോരംശേന സംഗത. കൃത്വാന്തം ക്ഷത്രിയാണാം തു ദാനം ഭൂമേരദാദ്വിജേ. തഥേദാനിം തു കാകുൽസ്ഥാ ജാതോ ദശരഥാത്മജ. പ്രാർത്ഥിതസ്തു സുരൈ സർവൈ രാവണേനാതിപീഡിതൈ. കപയസ്തേ സഹായാ വൈ ദേവാംശാ ബലവത്തരാ. ഭവിഷ്യന്തി നരവ്യാഘ്രാ മച്ഛക്തി സംയുതാഹ്യമീ. ശേഷാംശോപ്യനുജസ്തേയം രാവണാത്മജനാശക. ഭവിഷ്യതി ന സന്ദേഹ കർത്തവ്യോത്ര ത്വയാ നഘ. വസന്തേ സേവനം കാര്യം ത്വയാ തത്രാതിശ്രദ്ധയാ. ഹത്വാധ രാവണം പാപം കുരു രാജ്യം യഥാ സുഖം. 11 സഹസ്രാണി വർഷാണി പൃഥിവീതലേ. കൃത്വാ രാജ്യം രഘുശ്രേഷ്ഠ ഗന്ധാസി ത്രിദിവം പുനാ.
വ്യാസ ഉവാച ഇത്യുക്ത്വാന്തർദധേ ദേവി രാമസ്തു പ്രീതമാനസ സമാപ്യ തദ്വ്രതം ചക്രേ പ്രയാണം ദശമീ ദിനേ വിജയാപൂജനം കൃത്വാ ദത്വാ ദാനാന്യനേകശഃ കപിപതിബലയുക്തഃ സാനുജശ്രീപതിശ്ച പ്രകടപരമശക്തിയാ പ്രേരിതഃ പൂർണ്ണകാമാ ഉദധിതടഗതോऽസൗ സേതുബന്ധം വിധായാപ്യഹനദമരശത്രും രാവണം ഗീതകീർത്തി യശൃണോതി നരോ ഭക്തിയാ ദേവ്യാശ്ചരിതമുത്തമം സ ഭുക്ത്വാ വിപുലാൻ ഭോഗാൻ പ്രാപ്നോതി പരമം പദം. സന്ധ്യന്യാനി പുരാണാനി വിസ്തരാണി ബഹൂനി ച ശ്രീമദ്ഭാഗവതസ്യാസ്യ ന തുല്യാനീതി മേ മതി. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ ത്രിംശോऽധ്യായ സമാപ്തോയം തൃതീയസ്കന്ധ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ശ്രീമഹാസരസ്വത്यै നമഃ. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 53-ാമത്തെ ശ്ലോകം മുതൽ 63 കൂടിയുള്ള 11 ശ്ലോകങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഭാഷാഗാനമായി പാടി ഭഗവതിയുടെ പാദയുഗ്മങ്ങളിൽ സാദരം സവിനയം ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവമോദത്തിനായി ശക്രാനുജനായി ജനിച്ചല്ലോ, ജമദഗ്നി പുത്രനായി പിറന്നതും നീ. ക്ഷത്രിയരെ കൊന്നൊടുക്കി ഭൂമി ബ്രാഹ്മണർക്കു നൽകി, ഇപ്പോൾ ദാശരഥിയായി അവതരിച്ചു. രാവണനാൽ കഷ്ടപ്പെട്ട ദേവജന പ്രാർത്ഥനയാൽ രാമഭവാൻ ദശരഥ നന്ദനായി. ദേവാംശ സംഭൂതരായ ബലമുള്ള വാനരന്മാർ ദേവകാര്യ സാധ്യത്തിനായി സഹായമാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എന്റെ ശക്തിയുള്ള ഇവർ നിനക്കു സഹായമാകും. ശേഷാംശജൻ നിന്നനുജൻ മേഘനാഥനേ വധിച്ചിടും. ഇക്കാര്യത്തിൽ അശേഷം സംശയം വേണ്ട. വസന്തത്തിലും അങ്ങനെ പൂജിച്ചിടുക. പാപിയായ രാവണനെ നിഗ്രഹിച്ചു അനന്തരം 10,000 വർഷങ്ങൾ രാജ്യം ഭരിക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
അല്ലയോ ശ്രീരാമചന്ദ്ര ഒടുവിൽ സ്വർഗത്തിലെത്തും ദേവി അപ്രത്യക്ഷയായി രാമൻ പ്രീതനാ. വ്യാസൻ പറഞ്ഞു, 10ാമത്തെ ദിനം രാമൻ വ്രതം സമാപിച്ചു. പിന്നെ വിജയപൂജയും ചെയ്തു യാത്ര തുടർന്നു. വാനരാധിപതിയായ സുഗ്രീവന്റെ സൈന്യത്തോടും വലം കയ്യാമനുജനാം സൗമിത്രിയോടും വിശ്വധാത്രി തന്റെ വാക്കിനാലെ പ്രേരിതനായി രാമൻ സേതു കെട്ടി രാവണനെ കൊന്നു കീർത്തിമാൻ. ദേവിയുടെ അത്യത്ഭുത ചരിത്രത്തെ കേൾക്കുന്നവൻ, ദേവിയുടെ അത്ഭുതമാം ചരിത്രത്തെ കേൾക്കുന്നവൻ ഭോഗം അനുഭവിച്ചിടും മോക്ഷം നേടിയിടും. വിസ്തൃതമായി പുരാണങ്ങൾ വേറെയുണ്ട്, അവയൊന്നും ഈ പുരാണത്തിനു തുല്യമല്ലെന്നൻ മതം. വിസ്തൃതമായി പുരാണങ്ങൾ വേറെയുണ്ട്, അവയൊന്നും ഈ പുരാണത്തിനു തുല്യമല്ലെന്നൻ മതം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവി ഭാഗവതം. പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 318ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 30ാമത്തെ അധ്യായത്തിൽ 53ാമത്തെ ശ്ലോകം മുതൽ 63 കൂടിയുള്ള 11 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഇതോടുകൂടി ദേവീഭാഗവതം തൃതീയ സ്കന്ധം പൂർത്തിയാവുകയാണ്. നാളെ നമ്മൾ ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കും. അപ്പം ഇവിടെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് ദേവി രാമനെ ഓർമ്മിപ്പിക്കുകയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ഈ 5 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞ് അങ്ങ് വാമനരൂപം സ്വീകരിച്ച് ബലിയെ വഞ്ചിച്ചു. ഭൂത്വേന്ദ്രസ്യാനുജക്കാമം ദേവകാര്യപ്രസാധക, ദേവകാര്യം സാധിപ്പിക്കുന്നതിന് വേണ്ടി
ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഇന്ദ്രസ്യാനുജഹ ഭൂത്വ, ഇന്ദ്രന്റെ അനുജനായി മാറിയിട്ട്, അപ്പൊ അവരുടെ ആഗ്രഹങ്ങളെ വേണ്ട പോലെ അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് ആണ് അവിടുന്ന് ആ ബലിയെ വഞ്ചിച്ചത്. പിന്നെയോ ജമദഗ്നി സുതസ്ത്വമേ വിഷ്ണോരംശേന സംഗത, പിന്നീട് എൻ്റെയും വിഷ്ണുവിൻ്റെയും, ദേവി പറയുകയാണ്, എൻ്റെയും വിഷ്ണുവിൻ്റെയും അംശം ചേർന്ന് ജമദഗ്നിസുതനായി അവിടുന്ന് ജനിച്ചു. എന്നിട്ടോ കൃത്വാന്തം ക്ഷത്രിയാണം തു ദാനം ഭൂമേരദാദ്വിജേ, ക്ഷത്രിയന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കി കൊന്നൊടുക്കി അവരുടെ ആ അന്ത്യം കണ്ടു. പിന്നീട് ഭൂമി ബ്രാഹ്മണർക്ക് ദാനമായിട്ട് കൊടുത്തു. തഥേദാനിം തു കാകുൽസ്ഥ ജാതോ ദശരഥാത്മജ, അതേപോലെ ഹേ കാകുൽസ്ഥ, ശ്രീരാമചന്ദ്ര, അങ്ങ് ഇപ്പോ ദശരഥപുത്രനായി ജനിച്ചിരിക്കുന്നു. ഇതെല്ലാം അവിടുത്തെ അവതാരങ്ങളായിരുന്നു. മറ്റൊരവതാരമാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രനായിട്ടുള്ളത് എന്ന്. എന്തിനു വേണ്ടിയാണ് അവതരിച്ചത്? പ്രാർത്ഥിതസ്തു സുരൈ സർവൈഹി രാവണേന അതിപീഡിതൈഹി, രാവണനാൽ അതിപീഡകൾ, അത്യന്തം ദുഃഖങ്ങൾ അനുഭവിച്ച ദേവന്മാര് പ്രാർത്ഥിച്ചതനുസരിച്ച് കപയസ്തേ സഹായാവൈ ദേവാംശ ബലവത്തര, അങ്ങ് അവതരിച്ചു. ഇനി അങ്ങയ്ക്ക് ദേവാംശ സംഭൂതരായിരിക്കുന്ന, ദേവാംശ ആയിരിക്കുന്ന വാനരന്മാര്, മഹാബലവാന്മാരായ വാനരന്മാരുടെ സഹായം ഈ അവതാരത്തിൽ അങ്ങയ്ക്കുണ്ടാവും. ഭവിഷ്യന്തി നരവ്യാഘ്ര, ഹേ പുരുഷശാർദൂല, പുരുഷവ്യാഘ്രമേ, ഇവിടെ ഇവർ എൻ്റെ ശക്തി സമാവേശിച്ചവരാണ്. ആരെ? വാനരന്മാര്. മച്ഛക്തി സംയുതാഹ്യമി ശേഷാംശോപ്യനുജസ്തേയം രാവണാത്മജ നാശക, ശേഷാംശ സംഭവനായിരിക്കുന്ന ശേഷമൂർത്തി, അനന്തമൂർത്തിയുടെ അവതാരമായിരിക്കുന്ന അങ്ങയുടെ അനുജൻ ലക്ഷ്മണൻ രാവണന്റെ പുത്രനെ, രാവണാത്മജ നാശക, രാവണന്റെ ആത്മജനെ, പുത്രനെ ഇല്ലാതെയാക്കും. ഭവിഷ്യദിന സന്ദേഹ, അവിടെ ആ ഹന്താവായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർത്തവ്യോത്ര ത്വയാനഘ, ഇക്കാര്യത്തിൽ തീരെ അങ്ങ് സംശയിക്കേണ്ട. ഹേ പാപരഹിതനായിരിക്കുന്ന അനഘനായിരിക്കുന്ന രാമ, അതേപോലെ വസന്തേ സേവനം കാര്യം ത്വയാ തത്ര അതിശ്രദ്ധയാ, വസന്തകാലത്തും ഇതേപോലെ ഇവിടെ വെച്ച് എന്നെ ശ്രദ്ധാപൂർവം പൂജിക്കണം. ഹത്വാധരാവണം പാപം കുരു രാജ്യം യഥാസുഖം, അങ്ങനെ രാവണനെ കൊന്ന് രാജ്യത്തെ സുഖമായിട്ട് ഭരിച്ച് ഭൂമിയിൽ 11 സഹസ്രാണി 11,000 വർഷം പൃഥിവീതലേ, ഈ ഭൂമിയിൽ രാജ്യത്തെ ഭരിക്കുക. കൃത്വാ രാജ്യം രഘുശ്രേഷ്ഠ ഗന്ധാസി ത്രിദിവം പുന, അത് കഴിഞ്ഞിട്ടോ രാജ്യം വാണ് കഴിഞ്ഞ 11,000 വർഷം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് പോവും എന്ന് പറയുന്നു. വ്യാസം പറയുന്നു, ഇത്യുക്താന്തർദധേ ദേവി രാമസ്തു പ്രീതമാനസ, അങ്ങനെ പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു. രാമൻ സന്തോഷിച്ചു, സന്തുഷ്ടചിത്തനായി തീർന്നു, മനസ്സിൽ സന്തോഷം നിറഞ്ഞു. സമാപ്യ തദ്വ്രതം ചക്രേ പ്രയാണം ദശമീ ദിനേ, 10ാമത്തെ ദിവസം രാമൻ ആ വ്രതം അവസാനിപ്പിച്ചു. വിജയാപൂജനം കൃത്വ, അവിടെ ആ വിജയദശമി അല്ലേ, വിജയാപൂജനം, വിജയപൂജ നടത്തി. ദത്വാ ദാനാന്യനേകശ, അതേപോലെ ഒരുപാട് ദാനങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് മെല്ലെ യാത്ര പുറപ്പെട്ടു എന്ന് പറയുന്നു. കപിപതി ബലയുക്ത സാനുജ ശ്രീപതിശ്ച, കപിപതി വാനരാധിപതിയായിരിക്കുന്ന സുഗ്രീവന്റെ സൈന്യത്തോടും സാനുജഹ അനുജനോടും കൂടി ശ്രീപതി ആ ലക്ഷ്മീപതിയായിരിക്കുന്ന സീതാപതിയായിരിക്കുന്ന ശ്രീരാമൻ പ്രകട പരമശക്തിയാ പ്രേരിത പൂർണ്ണകാമ, പൂർണ്ണകാമനായി ആ ശ്രീദേവിയുടെ പരമമായ ശക്തി, ആ വാക്കുകൾ അതിനാൽ പ്രേരിതനായി ഉദധി തടഗതോസൗ, ഉദധി തടം കടൽ തീരത്ത് എത്തി സേതുബന്ധം വിധായ, സേതുബന്ധനം ചെയ്ത് പ്യഹനദ് അമരശത്രും
രാവണം ഗീതകീർത്തി. അവിടെ സേതുബന്ധം വിധായ അപ്യഹനദമരശത്രും. അവിടെ അത് ചെയ്യുക മാത്രമല്ല, ആ ദേവശത്രുവായിരിക്കുന്ന രാവണനെ കൊല്ലുകയും ചെയ്തു. ഗീതകീർത്തി, എല്ലായിടത്തും തൻ്റെ കീർത്തി പരത്തി. യശൃണോതി നരോ ഭക്ത്യാ ദേവ്യാശ്ചരിതമുത്തമം സഭുക്ത്വാ വിപുലാൻ ഭോഗാൻ പ്രാപ്നോതി പരമം പദം. ദേവിയുടെ ഈ ദേവീചരിതം, അത്ഭുതകരമായിരിക്കുന്ന ദേവിയുടെ കഥ ആരാണോ കേൾക്കുന്നത്, യശൃണോതി നരഹ, ആരാണോ, ഏത് നരനാണോ ഏത് മനുഷ്യനാണോ കേൾക്കുന്നത്, സാ ഭുക്ത്വാ വിപുലാൻ ഭോഗൻ, വിപുലങ്ങളായ നിരവധിയായിരിക്കുന്ന ഭോഗങ്ങളൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് അതിനുശേഷം പ്രാപ്നോതി പരമം പദം, ആ പരമപദത്തിലേക്ക് എത്തിച്ചേരും. സന്ധ്യന്യാനി പുരാണാനി വിസ്തരാണി ബഹൂനി ച. വിസ്തൃതമായ അന്യപുരാണങ്ങൾ ഒരുപാട് ഉണ്ട്. എന്നാൽ ശ്രീമദ് ഭാഗവതസ്യാസ്യ ന തുല്യാനീതി മേമതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഭാഗവതത്തിന്, ഈ ദേവീ ഭാഗവതത്തിന് തുല്യം മറ്റൊന്നില്ല എന്നാണ് എൻ്റെ മതം, എൻ്റെ അഭിപ്രായം, എൻ്റെ വിശ്വാസം എന്ന് നാരദൻ പറയുന്നിടത്താണ് ദേവീ ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെടുന്നത്. അപ്പം ഈ അധ്യായത്തോടുകൂടി, ഈ 63-ാമത്തെ ശ്ലോകത്തോടുകൂടി ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം പൂർത്തിയാവുകയാണ്. നാളെ മുതൽ നമ്മൾ ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കും. ഇവിടെ ഈ തൃതീയ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ ത്രേതായുഗത്തിലെ രാമൻ്റെ കഥയാണ് പറഞ്ഞതെങ്കിൽ, അപ്പോൾ ദേവീ പൂജ കഴിഞ്ഞ് പിന്നുള്ള കഥകളൊക്കെ വളരെ ചുരുക്കി വളരെ വേഗത്തിൽ പറഞ്ഞു. എന്നാൽ ചതുർത്ഥ സ്കന്ധം ആരംഭിക്കുമ്പോൾ അവിടെ നമ്മൾ കേൾക്കാൻ പോണത് ശ്രീകൃഷ്ണൻ്റെ കഥയാണ്. ആ ശ്രീകൃഷ്ണാവതാര കഥനം ആണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.